എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നാണ് നോക്കുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നമ്മൾ ആളുകളെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഹൂ എന്ന ക്വസ്റ്റ്യൻ വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ആ മനുഷ്യൻ ആരാണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൂ ഈസ് ദാറ്റ് മാൻ? സോ ഏതൊരു ക്വസ്റ്റ്യൻ്റെയും സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വരും. ഇവിടെ ഹൂ ഈസ് ദാറ്റ് മാൻ എന്നുള്ളതിൽ ക്വസ്റ്റ്യൻ വേർഡ് ഹൂ ആണ്. പിന്നെ വരുന്നത് ഓക്സിലറി വേർബാണ്. ഇവിടെ ഈസ് എന്നതാണ് ഓക്സിലറി വേർബ്. ദാറ്റ് മാൻ അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ ഓക്സിലറി വേർബ്, പിന്നെ സബ്ജക്റ്റ്. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് മെയിൻ വേർബ് വരേണ്ടത്. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഫോർമാറ്റ്. ഇനി ഇവിടെ ഹൂ ഈസ് ദാറ്റ് മാൻ എന്ന് പറഞ്ഞതിൽ ദാറ്റ് മാൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്നാണ്. ഈ ഹൂ ഈസ് എന്നുള്ളത് ഷോർട്ടാക്കി നമുക്ക് ഹൂസ് എന്ന് പറയാം. ഹൂസ് ദാറ്റ് മാൻ, ഹൂസ് ദാറ്റ് മാൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ആരാണ് എന്നാണ് മീനിങ്. ഇനി നമുക്കിങ്ങനെ ചോദിക്കണം, വാതിൽക്കൽ ആരാണ്? അതെങ്ങനെ ചോദിക്കും? ഇപ്പം വാതിൽക്കൽ എന്ന് പറയാൻ വേണ്ടി അറ്റ് ദ ഡോർ എന്നാണ് പറയുന്നത്. ആരാണ് എന്ന് ചോദിക്കാൻ ഹൂ എന്ന് ചോദിക്കാം. അപ്പം ഹൂ ഈസ് അറ്റ് ദ ഡോർ, അല്ലെങ്കിൽ അത് ഷോർട്ടാക്കി ഹൂസ് അറ്റ് ദ ഡോർ. അടുത്ത ക്വസ്റ്റ്യൻ, ആരൊക്കെയാണ് പാർട്ടിക്ക് വരുന്നത്? അതെങ്ങനെ ചോദിക്കും? അപ്പം ആരൊക്കെ എന്ന് പറയാൻ ഹൂ ഓൾ എന്ന് ചോദിക്കാം. ഹൂ ഓൾ ആർ കമ്മിങ് ടു ദ പാർട്ടി. ഹൂ ഓൾ ആർ കമ്മിങ് ടു ദ പാർട്ടി. കം എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്. സോ ഹൂ ഓൾ ആർ കമ്മിങ് ടു ദ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് പാർട്ടിക്ക് വരുന്നത് എന്നാണ്. ഇനി ഹൂ ഒരു വിശേഷണമായിട്ട് യൂസ് ചെയ്യുന്ന കേസുണ്ട്. അതായത് നിന്നെ സഹായിച്ച ടീച്ചറിനെ എനിക്കറിയാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ നോ ദ ടീച്ചർ ഹൂ ഹെൽപ്ഡ് യു. ഐ നോ ദ ടീച്ചർ ഹൂ ഹെൽപ്ഡ് യു. ഐ നോ ദ ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് ടീച്ചറിനെ അറിയാം എന്നാണ്. ഹൂ ഹെൽപ്ഡ് യു എന്ന് പറഞ്ഞാൽ നിന്നെ സഹായിച്ച എന്നാണ്. അപ്പം നിന്നെ സഹായിച്ച ടീച്ചറിനെ എനിക്കറിയാം എന്ന് പറയാനാണ് ഐ നോ ദ ടീച്ചർ ഹൂ ഹെൽപ്ഡ് യു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേർഡാണ് വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ള മീനിങ് ആണ്. ഇപ്പം നിങ്ങൾക്ക് എന്ത് വേണം എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട് ഡു യു വോണ്ട്. വാട്ട് ഡു യു വോണ്ട്. വോണ്ട് എന്ന് പറഞ്ഞാൽ വേണ്ടത് എന്നുള്ള മീനിങ് ആണ്. സോ എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കാനാണ് വാട്ട് ഡു യു വോണ്ട്. ഇനി സമയം എത്രയായി? അതെങ്ങനെ ചോദിക്കും? വാട്ട് ടൈം ഇസ് ഇറ്റ്. വാട്ട് ടൈം ഇസ് ഇറ്റ്. അതായത് എത്ര മണിയായി അല്ലെങ്കിൽ സമയം എത്രയായി എന്ന് ചോദിക്കാനാണ് വാട്ട് ടൈം ഇസ് ഇറ്റ്. ഇനി നമ്മളിങ്ങനെ ചോദിക്കത്തില്ല, നിൻ്റെ ഫ്ലൈറ്റ് എത്ര മണിക്കാണ്? അതെങ്ങനെ ചോദിക്കും? എത്ര മണിക്കാണ് എന്ന് ചോദിക്കാൻ വാട്ട് ടൈം. വാട്ട് ടൈം ഈസ് യുവർ ഫ്ലൈറ്റ്. വാട്ട് ടൈം ഈസ് യുവർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഫ്ലൈറ്റ് എത്ര മണിക്കാണ് എന്നാണ് മീനിങ്. വാട്ട് ടൈം ഈസ് യുവർ ഫ്ലൈറ്റ്. ഇനി നമ്മളിങ്ങനെ ചോദിക്കത്തില്ലേ, നാളെ എത്ര മണിക്ക് നിന്നെ ഞാൻ വിളിച്ചുണർത്തണം? അതെങ്ങനെ ചോദിക്കും? എത്ര മണിക്ക് എന്ന് പറയാൻ വാട്ട് ടൈം. വാട്ട് ടൈം ഷുഡ് ഐ വേക്ക് യു അപ്പ് ടുമോറോ. വാട്ട് ടൈം ഷുഡ് ഐ വേക്ക് യു അപ്പ് ടുമോറോ. വേക്ക് യു അപ്പ് എന്ന് പറഞ്ഞാൽ നിന്നെ ഉണർത്തുക എന്നാണ്. അപ്പോൾ വാട്ട് ടൈം ഷുഡ് ഐ വേക്ക് യു അപ്പ് ടുമോറോ എന്ന് ചോദിച്ചാൽ നാളെ നിന്നെ എത്ര മണിക്കാണ് വിളിച്ചുണർത്തേണ്ടത് എന്നാണ് മീനിങ്. വാട്ട് ടൈം ഷുഡ് ഐ വേക്ക് യു അപ്പ് ടുമോറോ. ഇനി നമുക്ക് ഒരാളുടെ ജോലിയെക്കുറിച്ച് ചോദിക്കണം. അതായത് നിങ്ങളുടെ ബ്രദറിൻ്റെ ജോലി എന്താണ് എന്ന് ചോദിക്കാൻ നമുക്ക് ഇങ്ങനെ ചോദിച്ചാൽ മതി. വാട്ട്സ് യുവർ ബ്രദർ. വാട്ട്സ് യുവർ ബ്രദർ. അതായത് വാട്ട് ഈസ് യുവർ ബ്രദർ. അതായത് നിങ്ങളുടെ ബ്രദറിൻ്റെ ജോലി എന്താണ് എന്നാണ് മീൻ ചെയ്യുന്നത്. വാട്ട്സ് യുവർ ബ്രദർ. ഇനി അടുത്തത് വെൻ ആണ്. വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ. അപ്പം നമുക്ക് ചോദിക്കേണ്ടത്, നീ എപ്പോൾ നിൻ്റെ റൂം വൃത്തിയാക്കും? അതെങ്ങനെ ചോദിക്കും? ഇവിടെ ഭാവിയിലെ ഒരു കാര്യത്തെക്കുറിച്ചാണല്ലേ. അപ്പോൾ അവിടുത്തെ ഓക്സിലറി വെർബ് വില്ലായിരിക്കും. അപ്പം വെൻ വിൽ യു ക്ലീൻ യുവർ റൂം. വെൻ വിൽ യു ക്ലീൻ യുവർ റൂം. ക്ലീൻ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക എന്നാണ്. സോ റൂം എന്ന് പറഞ്ഞാൽ മുറി. സോ നീ എപ്പോൾ നിൻ്റെ മുറി വൃത്തിയാക്കും എന്ന് ചോദിക്കാനാണ് വെൻ വിൽ യു ക്ലീൻ യുവർ റൂം. ഇനി അടുത്തത്, നിൻ്റെ മീറ്റിംഗ് എപ്പോഴാണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും?
When is your meeting? When is your meeting? ഇനി അടുത്തത് എപ്പോഴാണ് നീ എനിക്ക് വേണ്ടി കുറച്ച് സമയം അവധിയെടുക്കുന്നത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? When will you take some time off for me? When will you take some time off for me? ടേക്ക് സം ടൈം ഓഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം അവധി എടുക്കുക എന്നാണ്. ഫോർ മീ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി. സോ എപ്പോഴാണ് എനിക്ക് വേണ്ടി നീ കുറച്ച് സമയം അവധി എടുക്കുന്നത് എന്ന് ചോദിക്കാനാണ് വെൻ വിൽ യു ടേക്ക് സം ടൈം ഓഫ് ഫോർ മീ. അടുത്തത് നമ്മൾ എപ്പോഴാണ് അവസാനമായി കണ്ടുമുട്ടിയത് എന്ന് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡു യു റിമെമ്പർ വെൻ ഡിഡ് വി ലാസ്റ്റ് മീറ്റ്? Do you remember when did we last meet? Do you remember എന്ന് പറഞ്ഞാൽ നീ ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിനക്ക് ഓർമ്മയുണ്ടോ എന്നാണ്. When did we last meet? എപ്പോഴാണ് നമ്മൾ അവസാനമായി കണ്ടുമുട്ടിയത്? ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് അവിടെ did എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്തത്. സോ do you remember when did we last meet? നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ അവസാനമായി എപ്പോഴാണ് കണ്ടുമുട്ടിയത് എന്നാണ് മീനിങ്. ഇനി അടുത്തത് വേർ. വേർ എന്ന് പറഞ്ഞാൽ എവിടെ എന്നുള്ള മീനിങ് ആണ്. അപ്പം നമുക്ക് ചോദിക്കണം, നീ മുംബൈയിൽ എവിടെയാണ് താമസിക്കുന്നത്? അതെങ്ങനെ ചോദിക്കും? വേർ ഡു യു സ്റ്റേ ഇൻ മുംബൈ? വേർ ഡു യു സ്റ്റേ ഇൻ മുംബൈ എന്ന് പറഞ്ഞാൽ നീ മുംബൈയിൽ എവിടെയാണ് താമസിക്കുന്നത് എന്നാണ്. സ്റ്റേ എന്ന് പറഞ്ഞാൽ താമസിക്കുക. സോ നീ മുംബൈയിൽ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കാനാണ് വേർ ഡു യു സ്റ്റേ ഇൻ മുംബൈ. ഇനി നീ ജോലി ചെയ്യുന്നത് എവിടെയാണ് എന്നെങ്ങനെ ചോദിക്കും? വേർ ഡു യു വർക്ക്? വേർ ഡു യു വർക്ക് എന്ന് പറഞ്ഞാൽ നീ ജോലി ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് മീനിങ്. ഇനി നമുക്ക് ചോദിക്കേണ്ടത് നീ എൻ്റെ ലാപ്ടോപ്പ് എവിടെയാണ് വെച്ചത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വേർ ഡിഡ് യു കീപ് മൈ ലാപ്ടോപ്പ്? വേർ ഡിഡ് യു കീപ് മൈ ലാപ്ടോപ്പ്? അതായത് നീ എൻ്റെ ലാപ്ടോപ്പ് എവിടെയാണ് വെച്ചത് എന്നാണ് മീനിങ്. കീപ്പ് എന്ന് പറഞ്ഞാൽ വെക്കുക. സോ വേർ ഡിഡ് യു കീപ് മൈ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ലാപ്ടോപ്പ് എവിടെയാണ് വെച്ചത് എന്നാണ്. ഇനി നമുക്ക് ചോദിക്കേണ്ടത് ഇവിടെ ഏറ്റവും അടുത്തുള്ള ATM എവിടെയാണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വേർ ഈസ് ദ നിയറസ്റ്റ് ATM? വേർ ഈസ് ദ നിയറസ്റ്റ് ATM എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും അടുത്തുള്ള ATM എവിടെയാണ് എന്നാണ് മീനിങ്. നിയറസ്റ്റ് ATM എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ATM എന്നാണ് അർത്ഥം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേർഡാണ് വൈ. വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്നുള്ള മീനിങ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ലേ, എന്തിനാ നീ കരയുന്നത്, എന്തു പറ്റി എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിക്കാൻ വൈ ആർ യു ക്രൈയിങ്? വൈ ആർ യു ക്രൈയിങ്? ക്രൈ എന്ന് പറഞ്ഞാൽ കരയുക. സോ എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിക്കാനാണ് വൈ ആർ യു ക്രൈയിങ്? എന്ത് പറ്റി എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട് ഹാപ്പൻഡ്? വാട്ട് ഹാപ്പൻഡ്? സോ വൈ ആർ യു ക്രൈയിങ്? വാട്ട് ഹാപ്പൻഡ്? നീ എന്തിനാണ് കരയുന്നത്, എന്തു പറ്റി എന്നാണ് മീനിങ്. അടുത്തത് എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത്? ഇതെങ്ങനെ ചോദിക്കും? വൈ ഈസ് ദിസ് ഹാപ്പനിങ് ടു മീ? വൈ ഈസ് ദിസ് ഹാപ്പനിങ് ടു മീ? വൈ ഈസ് ദിസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് എന്നുള്ള മീനിങ് ആണ്. ഹാപ്പനിങ് ടു മീ എന്ന് പറഞ്ഞാൽ എനിക്ക് സംഭവിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത് എന്ന് ചോദിക്കാനാണ് വൈ ഈസ് ദിസ് ഹാപ്പനിങ് ടു മീ. അടുത്തത് എന്തുകൊണ്ടാണ് നീ ക്ലാസ്സിന് ഇത്ര വൈകിയത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വൈ ആർ യു സോ ലേറ്റ് ഫോർ ദ ക്ലാസ്? വൈ ആർ യു സോ ലേറ്റ് ഫോർ ദ ക്ലാസ്? ലേറ്റ് ഫോർ ദ ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിന് വൈകുക എന്നുള്ള മീനിങ് ആണ്. സോ വൈ ആർ യു സോ ലേറ്റ് ഫോർ ദ ക്ലാസ് എന്ന് പറഞ്ഞാൽ നീ എന്തുകൊണ്ടാണ് ക്ലാസ്സിന് ഇത്ര വൈകിയത് എന്നാണ് മീനിങ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നാണ് മീനിങ്. അപ്പം നമുക്ക് ചോദിക്കുന്നത് നീ എങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും? അതെങ്ങനെ ചോദിക്കും? ഹൗ വിൽ യു ട്രാവൽ എലോൺ? ഹൗ വിൽ യു ട്രാവൽ എലോൺ? ട്രാവൽ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക എന്നാണ്. എലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്. സോ നീ എങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും എന്ന് ചോദിക്കാനാണ് ഹൗ വിൽ യു ട്രാവൽ എലോൺ. പിന്നെ നമ്മൾ ചോദിക്കത്തില്ലേ, ഈ ലാപ്ടോപ്പിന് എത്രയാകും? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഹൗ മച്ച് ഡസ് ദിസ് ലാപ്ടോപ്പ് കോസ്റ്റ്? ഹൗ മച്ച് ഡസ് ദിസ് ലാപ്ടോപ്പ് കോസ്റ്റ്?
ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര എന്നുള്ള മീനിങ് ആണ്. സോ ഈ ലാപ്ടോപ്പിന് എത്രയാകും എന്ന് ചോദിക്കാനാണ് ഹൗ മച്ച് ഡസ് ദിസ് ലാപ്ടോപ്പ് കോസ്റ്റ്. ഇനി അടുത്തത് നിങ്ങൾ എങ്ങനെ മുറി തുറന്നു എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൗ ഡിഡ് യു ഓപ്പൺ ദ റൂം. ഹൗ ഡിഡ് യു ഓപ്പൺ ദ റൂം. ഓപ്പൺ ദ റൂം എന്ന് പറഞ്ഞാൽ മുറി തുറക്കുക എന്നാണ്. സോ നീ എങ്ങനെയാണ് മുറി തുറന്നത് എന്ന് ചോദിക്കാനാണ് ഹൗ ഡിഡ് യു ഓപ്പൺ ദ റൂം. ഇനി അടുത്തത് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് വിശദീകരിക്കണം. അതെങ്ങനെ ചോദിക്കും? എത്ര പ്രാവശ്യം എന്ന് പറയാൻ ഹൗ മെനി ടൈംസ് എന്നാണ് പറയുന്നത്. സോ ഹൗ മെനി ടൈംസ് ഡു ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ ടു യു. ഹൗ മെനി ടൈംസ് ഡു ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ ടു യു. സോ അതിൻ്റെ മീനിങ് എന്താണ്? എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ വിശദീകരിക്കണം എന്നാണ് മീനിങ്. ഹൗ മെനി ടൈംസ് ഡു ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ ടു യു. ഇനി അടുത്തത് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ. ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് സംഭവിച്ചു എന്നാണ്. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ, ദിസ് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ ഇത് സംഭവിച്ചു. അപ്പം ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് സംഭവിച്ചു എന്നാണ് മീനിങ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബീച്ചിലോട്ട് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്. എത്ര ദൂരം എന്ന് ചോദിക്കേണ്ട. അപ്പം ഹൗ ഫാർ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഹൗ ഫാർ ഈസ് ദ ബീച്ച് ഫ്രം ഹിയർ എന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് ബീച്ചിലേക്ക് എത്ര ദൂരമുണ്ട് എന്നാണ് മീനിങ്. ഹൗ ഫാർ ഈസ് ദ ബീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ബീച്ച് എത്ര ദൂരെയാണ് എന്നുള്ള മീനിങ് ആണ്. സോ ഹൗ ഫാർ ഈസ് ദ ബീച്ച് ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ബീച്ചിലേക്ക് എത്ര ദൂരമുണ്ട് എന്നാണ് മീനിങ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കണം, എത്ര ദൂരം അവൾക്ക് നടക്കാൻ കഴിയും. കഴിയുക എന്നുള്ളതിന് ക്യാൻ എന്നുള്ള ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൗ ഫാർ ക്യാൻ ഷീ വാക്ക് എന്ന് വരും. ഹൗ ഫാർ ക്യാൻ ഷീ വാക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക് എത്ര ദൂരം നടക്കാൻ കഴിയും എന്നാണ് മീനിങ്. വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇവിടെ എത്ര നാൾ നിൽക്കും എന്ന് ചോദിക്കണം. നിൽക്കും അല്ലെങ്കിൽ താമസിക്കും. അപ്പോൾ എത്ര നാൾ എന്ന് ചോദിക്കണമെങ്കിൽ ഹൗ ലോങ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ വരും? ഹൗ ലോങ് വിൽ യു സ്റ്റേ ഹിയർ. ഹൗ ലോങ് വിൽ യു സ്റ്റേ ഹിയർ. സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുക എന്നാണ്. സോ ഹൗ ലോങ് വിൽ യു സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര നാൾ ഇവിടെ താമസിക്കും എന്നാണ് മീനിങ്. ഇനി എത്ര നീളം എന്ന് ചോദിക്കാൻ ഹൗ ലോങ് എന്ന് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ആ ചരടിന് എത്രയും നീളമുണ്ട് എന്ന് ചോദിക്കണം. അപ്പോൾ അതെങ്ങനെ ചോദിക്കും? ഹൗ ലോങ് ഈസ് ദാറ്റ് പീസ് ഓഫ് സ്ട്രിങ്. ഹൗ ലോങ് ഈസ് ദാറ്റ് പീസ് ഓഫ് സ്ട്രിങ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ചരട് എന്നാണ്. സോ ആ ചരടിന് എത്ര നീളമുണ്ട് എന്ന് ചോദിക്കാൻ ഹൗ ലോങ് യൂസ് ചെയ്യും. ഹൗ ലോങ് ഈസ് ദാറ്റ് പീസ് ഓഫ് സ്ട്രിങ്. അതേപോലെ തന്നെ എത്ര സമയം എന്ന് ചോദിക്കേണ്ടപ്പോഴും നമുക്ക് ഹൗ ലോങ് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരാൻ എത്ര സമയം എടുത്തു എന്ന് ചോദിക്കണം. അപ്പോൾ എങ്ങനെ വരും? ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് യു ടു ഡ്രൈവ് ഹിയർ. ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് യു ടു ഡ്രൈവ് ഹിയർ. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര സമയം എന്നാണ്. ഡിഡ് ഇറ്റ് ടേക്ക് എന്ന് പറഞ്ഞാൽ എടുത്തു എന്നുള്ള മീനിങ് ആണ്. ഇവിടെ പാസ്റ്റ് ആയതുകൊണ്ടാണ് ഡിഡ് എന്ന ഓക്സിലറി വെർബ് വന്നത്. യു ടു ഡ്രൈവ് ഹിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു വരാൻ എന്നുള്ള മീനിങ് ആണ്. ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് യു ടു ഡ്രൈവ് ഹിയർ. ഇനി എത്ര നന്നായിട്ട് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ. അതായത് നിങ്ങൾക്ക് അവളെ എത്ര നന്നായിട്ട് അറിയാം. അതെങ്ങനെ ചോദിക്കും? നന്നായിട്ട് എന്നുള്ള രീതിയിൽ വെൽ എന്ന് പറയാം. അപ്പോൾ ഹൗ വെൽ ഡു യു നോ ഹെർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അവളെ എത്ര നന്നായിട്ട് അറിയാം എന്നാണ്. ഹൗ വെൽ ഡു യു നോ ഹെർ. നോ എന്ന് പറഞ്ഞാൽ അറിയുക. സോ ഹൗ വെൽ ഡു യു നോ ഹെർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവളെ എത്ര നന്നായിട്ട് അറിയാം എന്നുള്ള മീനിങ് ആണ്. ഇനി എത്ര പെട്ടെന്ന് എന്ന് പറയത്തില്ലേ. അതായത് നിങ്ങൾക്ക് ഈ ജോലി എത്ര പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയും. അതെങ്ങനെ പറയും? പെട്ടെന്ന് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ക്വിക്ക്ലി. അപ്പോൾ ഹൗ ക്വിക്ക്ലി ക്യാൻ യു ഫിനിഷ് ദിസ് വർക്ക്. ഹൗ ക്വിക്ക്ലി ക്യാൻ യു ഫിനിഷ് ദിസ് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ജോലി നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയും എന്നാണ്. ഫിനിഷ് എന്ന് പറഞ്ഞാൽ ചെയ്തു തീർക്കുക എന്നുള്ള മീനിങ് ആണ്. ഹൗ ക്വിക്ക്ലി ക്യാൻ യു ഫിനിഷ് ദിസ് വർക്ക്. ഇനി എത്ര ആഴം എന്ന് ചോദിക്കണം. അപ്പോൾ ആഴം എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഡീപ്പ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കിണറിന് എത്ര ആഴമുണ്ട് എന്ന് ചോദിക്കണം. ഹൗ ഡീപ്പ് ഈസ് ദ വെൽ.
ഹൗ ഡീപ്പ് ഈസ് ദ വെൽ. വെൽ എന്ന് പറഞ്ഞാൽ കിണർ എന്നുള്ള മീനിങ്ങും ഉണ്ട്. സോ ഹൗ ഡീപ്പ് ഈസ് ദ വെൽ എന്ന് പറഞ്ഞാൽ കിണറിന് എത്ര ആഴമുണ്ട് എന്നുള്ള മീനിങ് ആണ്. ഇതേപോലെ തന്നെ എത്ര വലുത് എന്ന് പറയത്തില്ലേ, അതായത് നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് എത്ര വലുതാണ്. അപ്പോൾ എത്ര വലുത് എന്ന് ചോദിക്കാൻ ഹൗ ബിഗ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹൗ ബിഗ് ഈസ് യുവർ അപ്പാർട്ട്മെൻറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് എത്ര വലുതാണ് എന്നാണ് മീനിങ്. ഇനി നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നെറ്റിൻ്റെ സ്പീഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങളുടെ ഇൻ്റർനെറ്റ് എത്ര വേഗതയുള്ളതാണ് അല്ലെങ്കിൽ എത്ര വേഗതയുണ്ട് എന്ന് ചോദിക്കേണ്ടത്. അപ്പം അവിടെ ഹൗ ഫാസ്റ്റ് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഹൗ ഫാസ്റ്റ് ഈസ് യുവർ ഇൻ്റർനെറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് എത്ര സ്പീഡുണ്ട് എന്നുള്ള മീനിങ് ആണ്. ഹൗ ഫാസ്റ്റ് ഈസ് യുവർ ഇൻ്റർനെറ്റ്. ഇനി നിങ്ങൾ എത്ര ഇടവിട്ട് ഷോപ്പിങ്ങിന് പോകും എന്ന് ചോദിക്കണം. അപ്പോൾ എത്ര ഇടവിട്ട് എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഹൗ ഓഫൺ. അപ്പോൾ ഹൗ ഓഫൺ ഡു യു ഗോ ഷോപ്പിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര ഇടവിട്ട് ഷോപ്പിങ്ങിന് പോകും എന്നാണ്. ഗോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങിന് പോവുക എന്നുള്ള മീനിങ് ആണ്. സോ ഹൗ ഓഫൺ ഡു യു ഗോ ഷോപ്പിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര ഇടവിട്ട് ഷോപ്പിങ്ങിന് പോകും എന്നുള്ള മീനിങ് ആണ്. ഇനി നിങ്ങളുടെ മൂത്ത സഹോദരന് എത്ര ഉയരമുണ്ട് എന്ന് ചോദിക്കണം. എത്ര ഉയരം എന്നെങ്ങനെയാണ് പറയുന്നത്? ഹൗ ടോൾ. അപ്പോൾ ഹൗ ടോൾ ഈസ് യുവർ എൽഡർ ബ്രദർ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മൂത്ത സഹോദരന് എത്ര ഉയരം ഉണ്ട് എന്നാണ്. എൽഡർ എന്ന് പറഞ്ഞാൽ മൂത്ത എന്നുള്ള മീനിങ് ആണ്. അപ്പം മൂത്ത സഹോദരൻ എന്ന് പറയാനാണ് എൽഡർ ബ്രദർ. ഹൗ ടോൾ ഈസ് യുവർ എൽഡർ ബ്രദർ. അതായത് നിങ്ങളുടെ മൂത്ത സഹോദരന് എത്ര പൊക്കമുണ്ട് എന്നുള്ള മീനിങ് ആണ്. ഇനി നിനക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് എന്ന് ചോദിക്കണം. അപ്പോൾ എത്ര എന്ന് ചോദിക്കാൻ നമുക്ക് ഹൗ മെനിയും യൂസ് ചെയ്യാം, ഹൗ മച്ചും യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും നൗൺ കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന് നോക്കണം. അതായത് ഇവിടെ ഫ്രണ്ട്സ് അത് നമുക്ക് എണ്ണാൻ പറ്റും അല്ലേ, അത് കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് ഹൗ മെനി ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ്. ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ നിനക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് എന്നാണ് മീനിങ്. ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ്. പക്ഷേ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗൺ വരുമോ, അതായത് നിനക്ക് എത്രമാത്രം ചായ വേണം. ചായ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അത് ഹൗ മച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഹൗ മച്ച് ടീ വുഡ് യു ലൈക്ക്. ഹൗ മച്ച് ടീ വുഡ് യു ലൈക്ക്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. അപ്പം നിനക്ക് എത്രമാത്രം ചായ വേണം എന്നുള്ള രീതിയിൽ ചോദിക്കാനാണ് ഹൗ മച്ച് ടീ വുഡ് യു ലൈക്ക്. ഇനി നമുക്ക് എത്ര അടുത്ത് എന്ന് ചോദിക്കണം. അതായത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അത് എത്ര അടുത്താണ്. അപ്പോൾ എത്ര അടുത്ത് എന്ന് ചോദിക്കാൻ ഹൗ ക്ലോസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹൗ ക്ലോസ് ഈസ് ഇറ്റ് ഫ്രം യുവർ സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അത് എത്ര അടുത്താണ് എന്നാണ് മീനിങ്. ഹൗ ക്ലോസ് ഈസ് ഇറ്റ് ഫ്രം യുവർ സ്കൂൾ. ഫ്രം യുവർ സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് എന്നാണ് മീനിങ്. ഹൗ ക്ലോസ് ഈസ് ഇറ്റ് ഫ്രം യുവർ സ്കൂൾ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. അത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ പറയുന്നതായിരിക്കും. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ ദിവസം എത്ര കപ്പ് കാപ്പി കുടിക്കും എന്ന് ചോദിക്കണം. ഹൗ മെനി കപ്സ് ഓഫ് കോഫി ഡു യു ഡ്രിങ്ക് എ ഡേ. ഇവിടെ എന്തുകൊണ്ടാണ് ഹൗ മെനി വന്നത്? നമുക്ക് ഒരു കപ്പ് കാപ്പി അല്ലെങ്കിൽ 2 കപ്പ് കാപ്പി ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഹൗ മെനി വന്നത്. സോ ഹൗ മെനി കപ്സ് ഓഫ് കോഫി ഡു യു ഡ്രിങ്ക്. ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക എന്നാണ്. എ ഡേ എന്ന് പറഞ്ഞാൽ ദിവസം എന്നുള്ള മീനിങ് ആണ്. സോ ഹൗ മെനി കപ്സ് ഓഫ് കോഫി ഡു യു ഡ്രിങ്ക് എ ഡേ. ഇനി അടുത്തത്, നിങ്ങൾ എത്ര നാളായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന് ചോദിക്കണം. ഹൗ ലോങ് ഹാവ് യു ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര നാളായിട്ട് എന്നുള്ള മീനിങ് ആണ്. ഹാവ് ബീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഇത് പാസ്റ്റിൽ തുടങ്ങിയതാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഹൗ ലോങ് ഹാവ് യു ബീൻ ലേണിംഗ് എന്ന് വന്നത്. സോ ഹൗ ലോങ് ഹാവ് യു ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എത്ര ഇടവിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാറുണ്ട് എന്ന് ചോദിക്കണം. എത്ര ഇടവിട്ട് എന്ന് ചോദിക്കാൻ ഹൗ ഓഫൺ. ഹൗ ഓഫൺ ഡു യു മീറ്റ് യുവർ ഫ്രണ്ട്സ്. ഹൗ ഓഫൺ ഡു യു മീറ്റ് യുവർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ഇടവിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാറുണ്ട് എന്നുള്ള മീനിങ് ആണ്. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ